നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നേറ്റിവിറ്റി കാർഡിൻ്റെ പ്രസക്തി എന്താണ്, അത് ആവിഷ്കരിക്കുന്നതിന് പിറകിലെ രാഷ്ട്രീയം എന്താണ്. 2026 ഫെബ്രുവരി 23 കേരള നിയമസഭ ചരിത്രപരമായ ഒരു ബില്ല് പാസ്സാക്കി. അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു. അതാണ് നേറ്റിവിറ്റി കാർഡ് ബിൽ എന്ന് പറയുന്നത്. മലയാളിക്ക് അവൻ്റെ ജന്മസ്ഥലം തെളിയിക്കുന്ന നിയമപരമായ ഒരു കാർഡ് ലഭ്യമാക്കുക എന്നതാണ് ഈ ബില്ലിൻ്റെ ഉദ്ദേശം. എന്താണ് ഇത്തരമൊരു ബില്ല് രൂപപ്പെടുത്താനുള്ള പശ്ചാത്തലം? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക അതിതീവ്ര പരിഷ്കരണത്തിന് വിധേയമാക്കാൻ തീരുമാനിച്ചു. അത് വ്യക്തികളുടെ പൗരത്വം സംബന്ധിച്ച ആശങ്കകൾക്ക് കാരണമായി. പൗരത്വം സംബന്ധിച്ച രേഖകൾക്കായി ആളുകൾ പരക്കം പായാൻ തുടങ്ങി. ഇത്തരം ആശങ്കകൾക്ക് പരിഹാരം എന്ന നിലയ്ക്ക് സ്ഥിരമായ നേറ്റിവിറ്റി കാർഡ് നൽകുക എന്നതാണ് ഈ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. രാജ്യം മുഴുവൻ നിലനിന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് ഒരു നിയമപരമായ പരിഹാരം എന്ന നിലയ്ക്കാണ് കേരള സർക്കാർ നേറ്റിവിറ്റി കാർഡിനെ കാണുന്നത്. 2025 ഡിസംബർ 24 സംസ്ഥാന മന്ത്രിസഭ ഇത്തരം ഒരു നടപടിക്ക് അംഗീകാരം നൽകുന്നത്. ഈ ബില്ലിൻ്റെ ഭരണഘടനാപരമായ സാധുത ഉറപ്പിക്കാൻ റവന്യൂ വകുപ്പ് നിയമവിഭാഗവുമായി ശക്തമായ ആശയവിനിമയം നടത്തുകയുണ്ടായി. അതായത് ഈ ബില്ല് ലക്ഷ്യം വെക്കുന്നത് നിലവിൽ സ്ഥിരതാമസം തെളിയിക്കാൻ അധികാരികൾ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ നിയമസാധുതയുള്ള സ്ഥിരരേഖയാക്കി മാറ്റുക എന്നതാണ്. ഇത് ഒരു ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയാണ്. നിലവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും നിയമത്തിൻ്റെ പിൻബലത്തിലല്ല, മറിച്ച് സർക്കാർ ഓർഡറുകളുടെ പിൻബലത്തിലാണ്. എന്താണ് നേറ്റിവിറ്റി കാർഡിൻ്റെ ഗുണങ്ങൾ? പ്രസ്തുത രേഖയ്ക്ക് നിയമപരമായ പിൻബലം ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രാഥമിക ഗുണം. രണ്ടാമതായി സ്ഥിരമായ ഐഡൻറ്റിറ്റി പ്രൂഫാണ് ഇത്. നമുക്ക് എവിടെയും എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫായി ഈ രേഖയെ ഉപയോഗിക്കാൻ കഴിയും. അതായത് സർക്കാർ സേവനങ്ങൾക്ക് ഈ രേഖ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭരണതലത്തിലുള്ള കാര്യക്ഷമത ഉയർത്താൻ ഈ രേഖ കൊണ്ട് കഴിയും. ഒരുപാട് ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന എന്നുള്ളത് ഒരു അത്യാവശ്യമല്ലാതെ വരും. ഈ രേഖയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. എന്താണ് ഒരാൾക്ക് നേറ്റിവിറ്റി കാർഡ് ലഭിക്കാനുള്ള യോഗ്യത? ഈ ബില്ല് ഒരാളുടെ നേറ്റിവിറ്റിയെ അല്ലെ സ്വദേശത്തെ വ്യാഖ്യാനിക്കുന്നത് താഴെ പറയും ഇതാണ്. 1. വിദേശ പൗരത്വം സ്വീകരിച്ചിട്ടില്ലാത്ത കേരളത്തിൽ ജനിച്ച ആൾ. 2. വിദേശ പൗരത്വം സ്വീകരിച്ചിട്ടില്ലാത്ത മലയാളി രക്ഷിതാക്കളുടെ പിന്മുറക്കാർ. 3. വിദേശ പൗരത്വം സ്വീകരിക്കാത്ത തൊഴിലിന് വേണ്ടി വിദേശത്ത് ജീവിക്കുന്നവരോ അവരുടെ പിന്മുറക്കാരോ. അപ്പം ഇങ്ങനെയുള്ള ഗണത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ നേറ്റിവിറ്റി കാർഡിന് അപേക്ഷിക്കാനുള്ള സർവ്വ അർഹതയുമുണ്ട്. എങ്ങനെയാണ് ഈ ബില്ല് നിലവിൽ പാസ്സായിട്ടുള്ളൂ, അത് നിയമമായിട്ട് വരേണ്ടതുണ്ട്. എങ്കിലും എങ്ങനെയാണ് ഈ നേറ്റിവിറ്റി കാർഡിന് നമുക്ക് അപേക്ഷിക്കേണ്ടത്? നിശ്ചിത ഫോർമാറ്റിൽ നേറ്റിവിറ്റി കാർഡിനായി അധികാരികൾക്ക് മുൻപേ അപേക്ഷ സമർപ്പിക്കണം. 2. തഹസിൽദാർ മുമ്പാകെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 3. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖയും ആവശ്യമായ അപേക്ഷ ഫീസും നൽകണം. അടുത്തത്, ഒരു നിശ്ചിത കാലയളവിനകത്ത് അപേക്ഷയിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. നേറ്റിവിറ്റി രേഖകൾ നൽകിയവരുടെ വിവരങ്ങൾ താലൂക്ക് ഓഫീസിലെ രജിസ്റ്ററിൽ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ നേറ്റിവിറ്റി കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയം, ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. നമുക്കറിയാം, രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്ന നടപടി കൊണ്ടുവന്നു. ആ നടപടിയുടെ പശ്ചാത്തലത്തിൽ പല സംസ്ഥാനങ്ങളിലും വലിയ അളവിൽ വോട്ടർമാർക്ക് വോട്ടവസരം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. അത് പ്രത്യേക വിഭാഗങ്ങളിലെ ആൾക്കാർക്കാണ് എന്നുള്ളൊരു ആശങ്ക സമൂഹ വ്യാപകമായിട്ട് പരന്നു. ആ ആശങ്കകൾക്ക് ചില വസ്തുതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ചില
തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നടന്ന ചില സംസ്ഥാനങ്ങളിൽ ചില വസ്തുതകളും ആരോപണങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആശങ്ക കേരളത്തിലും പോലും നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഈ ഒരു ആശങ്ക ശക്തമായിരുന്നു. അതായത് തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ ഒരു തീവ്ര പരിഷ്കരണത്തിലൂടെ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നഷ്ടപ്പെടുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കുന്നതാണ് എന്നും അത് ന്യൂനപക്ഷങ്ങളെ ഈ ഇലക്ഷൻ പ്രൊസീജിയറിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ളതുമാണ് എന്ന ഒരു വലിയ നുണപ്രചരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടക്കുകയും അത് UDFന് ഗുണകരമായി മാറുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ ചിന്തിക്കാത്ത രീതിയിൽ കേരളത്തിൽ ഈ ഒരു ആശങ്കകൾ, ഇത്തരം ആശങ്കകളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാൻ ഇടതുപക്ഷം തീരുമാനിക്കുകയും ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനമെടുക്കുകയും അത് പിന്നീട് 2026 നിയമമായി നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ സോളിഡായിട്ട് ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ ആരാണ് ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾക്കും ഇത്തരം കാര്യങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കാൻ ആരാണ് ഇവിടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നത്? അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇടതുപക്ഷം എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളുടെയും രാഷ്ട്രീയം അത് എത്രമാത്രം മൈനോറിറ്റിയുടെ ആശങ്കകളായിക്കോട്ടെ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ആശങ്കകളാവട്ടെ, എത്രമാത്രം ഇടതുപക്ഷം അത് ഏറ്റെടുക്കുന്നു, അതിനെ സർഗാത്മകമായി ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തെല്ലാം ബദലുകൾ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ നോക്കണം. അവിടെയാണ് ആത്മാർത്ഥതയും പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം ഉയർന്നു നിൽക്കുന്നത്. ആ പ്രതിബദ്ധതയുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പല നുണപ്രചരണത്തിലൂടെയും ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നത്. ആ എല്ലാ നുണപ്രചരണങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേറ്റിവിറ്റി കാർഡ് സംബന്ധിച്ച വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. നന്ദി.